അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വയുത്ഇമൂന അത്ത്വാമ അലാ ഹുബ്ബിഹി മിസ്കീനൻ വയതീമൻ വഅസീറാ. കഴിഞ്ഞ ദിവസം ഇവിടെ പേര് രജിസ്റ്റർ ചെയ്ത ഒരു രോഗിയെ സന്ദർശിക്കാൻ പോയി. ആ രോഗി ഒരു അപൂർവങ്ങളിലുള്ളൊരു രോഗമാണ്. ബ്ലഡിൽ ഒരു പ്രയാസമുള്ളൊരു ഇതാണ്. ആ സഹോദരൻ്റെ ശരീരം തന്നെ കളർ മാറ്റമൊക്കെ ഉണ്ട്. ഇവിടുന്ന് ഒരു 10-60 കിലോമീറ്റർ അപ്പുറത്താണ്. ആ സഹോദരന് ഇവിടെ വന്നത് സഹോദരൻ്റെ ചെങ്ങായിനായിട്ടാണ് ഇങ്ങോട്ട് വന്നത്. അവർ രണ്ടാരും അത്ര ഇതാണ്. കാരണം എന്ന് വെച്ചാൽ അവർ പറഞ്ഞിങ്ങനെ, എനിക്കെന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ഓനുണ്ടാവും, ഓനക്കെന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഞാനുണ്ടാവും, ഞങ്ങൾ രണ്ടാളാണ് എല്ലായിടത്തേക്കും പോകലെന്നാണ്. ഈ രോഗി കൊണ്ടുവന്ന ആൾ ആ സഹോദരൻ തന്നെ പ്രയാസത്തിലാണ്. കാരണം ആ സഹോദരന് ആക്സിഡൻറ്റ് പറ്റിയിട്ട് 19-ാമത്തെ വയസ്സിൽ ആക്സിഡൻറ്റ് പറ്റിയതാണ്. കാലിനൊരു പ്രശ്നമുണ്ട്. പക്ഷെ ആ സഹോദരൻ്റെ മുഖത്ത് കാണുമ്പോൾ ഭയങ്കര ഒരു എന്താ പറയുക, എനിക്കൊരു രോഗമുണ്ട്, ആ ഒരു ആക്സിഡൻറ്റ് പറ്റിയതിൻ്റെ ഒരു ഫീലിംഗ് ഇല്ല. പക്ഷേ എൻ്റെ കാര്യമല്ല, ഓൻ്റെ കാര്യത്തിനാണ് ഞാൻ വന്നത്. അങ്ങനെ ആ സഹോദരന് നമ്മളിങ്ങനെ ഒരു പെൻഷൻ കൊടുത്ത് എന്നിട്ട് കുറച്ച് പൈസ കൊടുത്തോണ്ട് പറഞ്ഞു ഇൻഷാ അല്ലാഹ് ഞങ്ങൾ വീട്ടിലേക്ക് വരേണ്ടതാണ്. ഞങ്ങൾ കഴിഞ്ഞ ദിവസം അങ്ങനെ വീട്ടിലേക്ക് പോയി. ആ സഹോദരന് 3 കുട്ടികളാണുള്ളത്. 10ാം ക്ലാസ്സിന് താഴെ 3 കുട്ടികളാണ്. അദ്ദേഹം ഈ തേപ്പിൻ്റെ പണി അങ്ങനത്തെ പണികൾക്കൊക്കെ പോയിന്. ഇപ്പോൾ ഒരു പണിക്കും പോകാൻ കഴിയണില്ല. കൃത്യമായിട്ടൊരു വരുമാനമില്ല. അയാൾ പറഞ്ഞ കാര്യം ഒരു ഇതുണ്ട്. എന്താ വെച്ചാൽ അയാളിപ്പോൾ ഒരു പച്ച മീൻ ഉദാഹരണമായിട്ട് പറഞ്ഞാൽ, ഒരു പച്ച മീനെ തൊട്ടാൽ പോലും പിന്നെ അയാൾക്ക് നിരന്തരം ചൊറിച്ചിലാണ്. പിന്നെ ഒരു 2-3 ദിവസമായിട്ട് അതിങ്ങനെ ഉണ്ടാവും. വളരെ പ്രയാസമായിട്ട് അങ്ങനെ നിരന്തരം ചൊറി, മേലൊക്കെ ആകെ ചൊറി. അപ്പോൾ കൃത്യമായിട്ടൊരു പണിക്ക് പോകാൻ കഴിയില്ല. ഒരു സിമെൻറ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പീഴലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു തൊഴിലിനായിട്ട് കൃത്യമായിട്ട് അയാൾക്ക് പോകാൻ കഴിയണില്ല. വളരെ പ്രയാസം ആ കുടുംബത്തിനെ കണ്ടിട്ട്. കാരണം നാഥൻ രോഗിയായി കഴിഞ്ഞാൽ, എന്തെങ്കിലും അവനക്ക് തിന്നാൻ കൊണ്ടുവരുന്ന ഒരാൾ രോഗിയായി കഴിഞ്ഞാൽ ഒന്നും കിട്ടാതാവുമ്പോൾ അത് വല്ലാത്തൊരു പ്രയാസമാണ്. കാരണം ഇതുപോലുള്ളൊരു കൂട്ടായ്മ ഉള്ളതുകൊണ്ട് ആരോ പറഞ്ഞ് കേട്ടോണ്ടാണ് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ആ സഹോദരനെ സംബന്ധിച്ചിടത്തോളം ഇവിടുന്ന് കിട്ടണ എന്തെങ്കിലും ഒരു പൈസ ഉണ്ടായാൽ വലിയൊരു ആശ്വാസമാണ്. വേറൊരു ഇവിടെ ഓർഫനിൽ രജിസ്റ്റർ ചെയ്തൊരു വീട്ടിൽ പോയി. അവിടുത്തെ ആ ഒരു സഹോദരന് എന്താ വെച്ചാൽ, ആ സഹോദരിക്ക് 2 മക്കളുണ്ട്. 2 ചെറിയ കുട്ടികളാണ്. ഒന്നിന് ഒരു MR ഉണ്ട്, ഒരു കുട്ടിക്ക് ഹാർട്ടിന് ഓട്ടയുണ്ട്. വളരെ പ്രയാസത്തിലാണ് ആ ഒരു കുടുംബം കഴിയുന്നത്. കാരണം ഏട്ടത്തി അവിടെ ഒരു ഉമ്മ ഉണ്ട്. ആ ഉമ്മക്ക് തന്നെ കാഴ്ചയില്ല. ആ ഉമ്മൻ്റെ ഒരു വികൃത രൂപമാണ്. എന്താ വെച്ചാൽ കാഴ്ചയില്ലാതെ എന്തോ തിളച്ച വെള്ളം എന്തോ എടുത്താൽ അത് ചിന്തി നേരെ കൈമക്കൂടൊക്കെ ചിന്തി ആകെ പ്രയാസമായിട്ട് ആ ഉമ്മൻ്റെ കൈയൊക്കെ പാടെ വേറൊരു കോലായിട്ടുണ്ട്. അത് കഴിഞ്ഞ് വേറൊരു രോഗീൻ്റെ അടുത്ത് പോയി. ആ രോഗി പെട്ടെന്ന് ഇങ്ങനെ ഒരു ജോലിക്ക് പോണ സമയത്ത് കുളിക്കാൻ വേണ്ടി ബാത്റൂമിൽ പോയി തിരിച്ചുകൊണ്ട് പെട്ടെന്നാണ്ട് വരുമ്പോൾ ഒരു കുഴഞ്ഞ് സ്റ്റോക്ക് വന്ന് ആ സഹോദരൻ വീണ്. അങ്ങനെ നേരെ കോമയിലായി. പിന്നെ ഇപ്പോൾ നമ്മൾ തെറാപ്പി സെൻ്ററിൽ നിന്ന് കുറച്ച് ഇതൊക്കെ തെറാപ്പിയൊക്കെ ചെയ്ത് അപ്പോൾ റെസ്റ്റായിട്ട് വീട്ടിലേക്ക് പോയതിന്. അപ്പോൾ ആ സഹോദരനെ ഒന്ന് കാണാൻ വേണ്ടി പോയി. അപ്പോൾ ആ വീട്ടിൽ ഇതേപോലെ ഒരു 2 കൈയും ഒരു കാലിന് ചെറിയൊരു ബുദ്ധിമുട്ടുള്ളൊരു +1 പഠിക്കുന്ന ഒരു കുട്ടിയുണ്ട്. ഓനിങ്ങനെ ഒറ്റയ്ക്ക് എൻ്റെ മാതിരി ഇപ്പം ഞാൻ നിൽക്കണ മാതിരി ഇങ്ങനെ നിൽക്കാനും എനിക്ക് കഴിയണില്ല. ഒരാളെ സപ്പോർട്ട് വേണം. വളരെ പ്രയാസം. എന്താ വെച്ചാൽ അപ്പോൾ നമുക്ക് അള്ളാഹ് തന്ന അനുഗ്രഹങ്ങൾ ഇങ്ങനെ മനസ്സിലാവും. ഓരോരുത്തർ ഇങ്ങനെ ഇറങ്ങി പുറപ്പെടുമ്പോഴേ ഓരോ രോഗവും ഓരോ പ്രയാസങ്ങളും കാണുമ്പോൾ നമുക്ക് അള്ളാഹ് തന്ന അനുഗ്രഹങ്ങൾ ഇങ്ങനെ മനസ്സിലാവുന്നു. ആ ഒരു കുടുംബത്തിനെ സംബന്ധിച്ച് വേറൊരു വരുമാനമില്ല. ഈ ഒരു കാക്കേനി ഇത് നാഥനായിട്ടുള്ളത്. ആ കാക്ക ഗൾഫിലൊക്കെ പോയിനി. പിന്നെ നാട്ടിൽ വന്നിങ്ങനെ എന്തോ ഒരു പരിപാടിയുടെ സമയത്താണ് ഇപ്പം പെട്ടെന്ന് ഇതായത്. ഇപ്പോൾ ഇങ്ങനെ ആ കുടുംബം വളരെ പ്രയാസത്തിലാണ്. അതുപോലെ കുറച്ച് മുമ്പ് പോയിനൊരു രോഗി, ഒരു സൈക്കാട്രി രോഗിയാണ്. ഞങ്ങളിങ്ങനെ അവിടെ വീട്ടിലേക്ക് വരാൻ വേണ്ടി ചോദിച്ച സമയത്ത് നിങ്ങളിപ്പോൾ വരಲಿ, കുറച്ച് കഴിഞ്ഞിട്ട് വന്നാൽ മതി പറഞ്ഞു.
കാരണം എന്താ വെച്ചാൽ ആ സഹോദരൻ്റെ മലൊക്കെ അവിടെ ആ ഒരു ചുമരിൻ്റെ ഉള്ളിലും ജനാൽമലൊക്കെ ആ സഹോദരൻ ഇങ്ങനെ തേച്ച്. അപ്പോൾ ആ സഹോദരിയാണ് ഈ കാര്യങ്ങൾ ഫുള്ള് ക്ലിയറായിട്ട് ചെയ്യൽ. മലൊക്കെ ഇങ്ങനെ തുടക്കണ ഒക്കെ കൃത്യമായിട്ട് എന്നും നല്ല വൃത്തി. ആ പെരേക്ക് പോയിട്ട് അങ്ങനത്തെ ഒരു സ്മെല്ലോ കാര്യമൊന്നുമില്ല. പക്ഷേ അത് ആ കൃത്യമായിട്ട് ആ ജനാലും ഇതൊക്കെ തുടച്ച് നല്ല രീതിയിലാണ്, ഏറ്റവും നല്ല രീതിയിലാണ് ആ സഹോദരി ആ ഭർത്താവിനെ അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണേ. അപ്പോൾ ആലോചിക്കുകയാണ്, ഏത് രോഗം വന്നാലും ഒപ്പം നിൽക്കുമ്പോൾ ഭാര്യ എന്ന് പറഞ്ഞത് എന്ത് പ്രയാസം ഉണ്ടാകുമ്പോഴും ഒപ്പം നിൽക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ സഹോദരനെ കാണുമ്പോൾ വല്ലാത്തൊരു ഇതായി. കാരണം ഏതായാലും ആ അർത്ഥത്തിൽ ഇതിൻ്റെ ഒപ്പം നിന്ന് നമ്മളെല്ലാവരും പരിശ്രമിക്കാം. വിസ്മിയെ സഹായിക്കണ കുറേ ആളുകളുണ്ട്, സാമ്പത്തികമായിട്ടും ശാരീരികമായിട്ടും. വിസ്മി കാണാത്ത കുറേ ആളുകളുണ്ട്. നമ്മളെ പ്രവർത്തനങ്ങൾ കണ്ടിട്ട് കുറേ ആളുകൾ വിസ്മിനെ സഹായിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള സഹായിക്കണ കുറേ ആളുകൾക്ക് അള്ളാഹു രണ്ട് ലോകത്തും ഖൈറും ബർക്കത്തും നൽകട്ടെ.